പ്രണയപാപം. രാവിലെ മുതൽ ടി വിയിൽ ആ അലറിക്കരച്ചിലാണ്. പ്രണയിയുടെ ചേതനയാറ്റ ശരീരത്തിലേക്ക് കമിഴ്ന്നടിച്ച് ദീനമായി വിലപിക്കുന്ന ആ പെൺകുട്ടിയെ കാണുമ്പോൾ, അവളെപ്പറ്റി വായിക്കുമ്പോൾ എല്ലാം ഉള്ളിലൊരു വിറപടരും. പ്രേമം പിടിക്കപ്പെട്ടപ്പോൾ മുതൽ വീട്ടിലനുഭവിച്ച ഒറ്റപ്പെടൽ ഓർമ്മ വരും. ചത്താ പോലും ഈ കല്യാണം നടത്തി കൊടുക്കില്ല എന്ന അച്ഛൻ്റെ വാക്കുകൾ ഓർമ്മ വരും. വീട്ടിലുള്ളവരെല്ലാം മിണ്ടാതെ നടന്ന കുറേ നാളുകൾ ഓർമ്മ വരും. ചുറ്റിനും മൗനം കനത്ത് പെയ്യുമ്പോൾ ശ്വാസം മുട്ടിപ്പിടഞ്ഞ പെൺകുട്ടിയെ ഓർമ്മ വരും. അവൾക്ക് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാനാവില്ല. അവൾ പറയുന്ന തമാശ കേട്ട് ഒരാളും ചിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ പ്രേമം പിടിക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ എവിടെയാണ് തമാശ? ചുറ്റിലുമുള്ള ബന്ധുമിത്രാദികളുടെ ജാഗ്രത കണ്ണുകൾക്ക് കീഴിലാണവൾ. കോളേജിൽ പോയ പെൺകുട്ടി വരാൻ അല്പമൊന്ന് താമസിച്ചാൽ അവരിൽ ചിലർ അവളുടെ വീടിനെ ചുറ്റിപ്പറ്റി നടക്കും. അമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ കോളേജിൽ നിന്ന് ഇത്ര നേരമായിട്ടും വന്നില്ലേ എന്ന് പറഞ്ഞ് അവർ ക്ലോക്കിലേക്ക് നോക്കും. പിന്നെ സെക്കൻഡ് സൂചിക്കൊപ്പം മിടിക്കുന്നത് അമ്മയുടെ നെഞ്ചായിരിക്കും. അമ്മ വഴിയിലേക്ക് കണ്ണും നട്ട് താടിക്ക് കയ്യും കൊടുത്ത് ഉമ്മർപ്പടിയിലിരിക്കും. അവളെ ദൂരെ നിന്ന് കാണുമ്പോൾ എഴുന്നേറ്റ് അകത്തേക്ക് നടക്കും. അവൾ അമ്മയെ ദൂരെ നിന്നേ കണ്ടിട്ടുണ്ടായിരിക്കും. പടി കടന്ന് അവൾ അകത്തേക്ക് വരുമ്പോൾ ഒരാളും കാത്തിരിക്കാനുണ്ടാവില്ല. അവൾ പതുക്കെ അകത്തേക്ക് നടക്കും. നീളമുള്ള ആ ഉമ്മറത്തെ സോഫയ്ക്കടിയിലേക്ക് ചെരുപ്പ് അധികം ശബ്ദമില്ലാതെ ഊരിയിടും. അടുക്കളയിൽ ചെന്ന് തണുത്ത ചായ മൂടി തുറന്ന് അവൾ കുടിക്കും. വൈകിയത് മഴ കാരണമാണോ, ആർജി മാഷ് വ്യാകരണം ക്ലാസ് നീട്ടിയെടുത്തതുകൊണ്ടാണെന്നോ അവൾക്ക് പറയണമെന്നുണ്ട്. പിന്നെ തോന്നും പറയേണ്ടെന്ന്. ആരും വിശ്വസിക്കില്ലെന്ന്. പ്രേമിക്കുന്ന പെൺകുട്ടികളെ ആര് വിശ്വസിക്കാനാണ്? മൗനങ്ങൾക്കും അവഗണനകൾക്കുമാണ് ചെകിട്ടത്തടികളേക്കാൾ പ്രഹരശേഷിയെന്ന് ഓർത്ത് അവൾ മുറിയിലേക്ക് നടക്കും. ലൈബ്രറിയിൽ നിന്നെടുത്ത ഏതെങ്കിലും പുസ്തകത്തിലേക്ക് കണ്ണും നട്ടിരിക്കും. ചിലപ്പോൾ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഇറ്റുവീണ പുസ്തകത്തിൽ ഭൂപടങ്ങൾ വരയ്ക്കും. ആരും കാണാതെ വേണം കരയാൻ. ചോദ്യം വരും, ആർക്കു വേണ്ടിയാണ് കരയുന്നതെന്ന്. പോസ്റ്റ്മാൻ്റെ സൈക്കിൾ ബെല്ലുകൾ കേൾക്കുമ്പോഴേക്കും അവൾക്ക് തളർച്ച വരും. പ്രണയഭാരം കൊണ്ടല്ല, ഭയം കൊണ്ട്. പ്രിയപ്പെട്ടവൻ്റെ പേരിട്ട് ആരോ അയക്കുന്ന നിറയെ അക്ഷരത്തെറ്റുകളുള്ള ആ കത്തുകൾ അന്നത്തെ അത്താഴം മുടക്കും. ഉമ്മകളോടെ എന്ന അവസാനത്തെ വാചകം വായിക്കുമ്പോഴേക്കും അവളുടെ തല അപമാനഭാരം കൊണ്ട് കുനിയും. ഇതെൻ്റെ പ്രേമമല്ല, എൻ്റെ പ്രേമം ഇങ്ങനല്ല എന്ന വാചകം ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടിച്ചാകും. മറ്റു ചിലപ്പോൾ ഓമ്മക്കത്തുകളാകും. അവൾ അറിയാത്ത, അവൾ പേരുപോലും കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെ അവൾ സഞ്ചരിച്ചതായി കത്തിൽ സാക്ഷ്യപ്പെടുത്തും. വാദിച്ചും കരഞ്ഞും അവൾ ഒടുവിൽ ദയനീയമാംവിധം പരാജയപ്പെടും. ഒരാളോടും സങ്കടം പറയാനില്ല. മൊബൈലില്ല. വീട്ടിലെ ലാൻഡ് ഫോൺ ചെന്നെടുക്കാനുള്ള അധികാരമില്ല. പല ബന്ധുക്കളും അച്ഛനെ ഉപദേശിക്കുന്ന കേട്ടിട്ടുണ്ട്, പഠിപ്പങ്ങ് നിർത്തിയിട്ട് പിടിച്ച് കെട്ടിച്ചാൽ മതി, പ്രശ്നം തീരും എന്ന്. ഇന്നത്തെ ധൈര്യത്തിൻ്റെ 100% അന്നില്ല. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ വിവാഹം നടക്കില്ല എന്ന ഉറപ്പുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് ഒരാന്തൽ വരും. പഠിപ്പെങ്ങാനും നിർത്തുമോ? പിന്നെന്ത് ചെയ്യും? വീട്ടിൽ പൂട്ടിയിട്ടാലോ? ആരോട് പറയും? ആരറിയും? ഒരു ദിവസം പഠിപ്പ് നിർത്താൻ ഉപദേശിച്ച ഒരു ബന്ധുവിനോട് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് നെഞ്ചിലേക്ക് ഒരു മഴ പെയ്യിച്ചത്. പഠിപ്പ് നിർത്തില്ല. അവളുടെ സമ്മതമില്ലാതെ വേറെ കല്യാണവും നടത്തില്ല. ഞാനൊരു പോലീസുകാരനാണ്. പ്രായപൂർത്തിയായവരാണ്. നിയമം അവരുടെ കൂടെയാണ്. പഠിപ്പിക്കും. എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. കൊണ്ടുപോകണവൻ ഉപേക്ഷിച്ചാലും ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെ. അതിലപ്പുറം ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലും പ്രതീക്ഷിക്കത്തക്ക ജനാധിപത്യാന്തരീക്ഷം എൻ്റെ കുടുംബത്തിലില്ലായിരുന്നു. കുടുംബത്തിൻ്റെ സൽപ്പേര്, മറ്റു പെൺകുട്ടികളുടെ ഭാവി എല്ലാം ഡെമോക്ലസിൻ്റെ വാൾ പോലെ മുകളിൽ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. എംഎക്ക് 1ാം റാങ്കോടെയാണ് വിജയിച്ചത്. 3 മണിക്കൂർ നേരത്തെ ഓർമ്മ പരീക്ഷയിൽ ഒന്നാമതായി വിജയിക്കുന്നതല്ല വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അളക്കുന്നതെന്ന ധാരണ അന്നുമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ റാങ്ക് എനിക്ക് ആവശ്യമായിരുന്നു. പഠിക്കാനല്ല, പ്രേമിക്കാനാണ് കോളേജിൽ പോണതെന്ന് പെറുപെറുക്കുന്ന ബന്ധുക്കൾക്കുള്ള മറുപടിയായിരുന്നു അത്. എന്നിട്ടും ഒന്ന് അഭിനന്ദിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഉമ്മ വെക്കാൻ, ഒരു സമ്മാനം തരാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കടുത്ത തെറ്റ് ചെയ്തവളാണ്, പ്രണയിച്ചവളാണ്. അതും അന്യജാതിക്കാരനെ.
എൻ്റെ റാങ്ക് കൊണ്ടൊന്നും അപമാനം മറികടക്കാനാവില്ല. എന്നോടുള്ള ചിരികളൊക്കെ മങ്ങിപ്പോയിരുന്നു. എനിക്ക് താഴെയുള്ള പെൺകുട്ടികളൊക്കെ വിവാഹിതരായി കുട്ടിയെയും എടുത്ത് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ അമ്മ നെടുവീർപ്പിടുമായിരുന്നു. വിവാഹങ്ങൾ, മറ്റു ചടങ്ങുകൾ, ബന്ധുവീടുകളിലേക്കുള്ള സന്ദർശനങ്ങൾ ഒക്കെ പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. കല്യാണം നോക്കുന്നില്ലേ, വയസ്സ് 10-24 ആയില്ലേ എന്ന ബന്ധുക്കളുടെ ചോദ്യങ്ങൾ ചുറ്റും മുഴങ്ങുമ്പോൾ എൻ്റെ അമ്മ നിസ്സഹായിയായി തല കുനിക്കുമായിരുന്നു. അവൾ പഠിക്കുകയാണ്, ജോലിയായിട്ടേ കല്യാണം നോക്കുന്നുള്ളൂ എന്ന് പറയാനുള്ള ആർജവം പോലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു മധ്യവർഗ മലയാളി കുടുംബത്തിൻ്റെ സദാചാര മൂല്യങ്ങളിൽ പ്രണയം എന്ന വാക്ക് പടിക്കു പുറത്തായിരുന്നു. ഇപ്പോഴും ആ ചെക്കനെ കാണാറുണ്ടല്ലേ, കത്ത് കോളേജിലേക്ക് വരാറുണ്ടല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാൽ ബന്ധുക്കൾ അമ്മയെ തളർത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ പിന്നെ എതിർപ്പ് നേർത്ത് തീരെ ദുർബലമായി. എന്നാലും എൻ്റെ വിവാഹ ഫോട്ടോകളിൽ ഒന്നിൽ പോലും അച്ഛനും അമ്മയും ചിരിച്ച മുഖമില്ല. നിറയെ ആശങ്ക നിറഞ്ഞ 2 മുഖങ്ങൾ. പിന്നെ പിന്നെ ചിരികൾ വീട്ടിൽ തിരിച്ചു വന്നു. തറവാട്ടിന് ചീത്തപ്പേരാക്കിയ പെൺകുട്ടിയെ കുടുംബത്തിൽ ചെറിയ ചടങ്ങുകളിൽ പോലും പങ്കെടുപ്പിക്കാൻ ബന്ധുക്കൾ ഉത്സാഹം കാട്ടി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും വിളിച്ചു വരുത്തി പുതിയ ബന്ധുക്കൾക്ക് പരിചയപ്പെടുത്തി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ജാതിയുടെയും പാരമ്പര്യത്തിൻ്റെയും മിഥ്യാഭിമാനങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് TV-യിൽ കെവിനെ കാണുമ്പോൾ അവർ വേദനയോടെ അവനെ നോക്കുന്നത്. ആ പെൺകുട്ടിയുടെ അലറിക്കരച്ചിലിൽ കേൾക്കുമ്പോൾ അവറ്റെന്നെ ജീവിക്കാൻ വിടായിരുന്നില്ലേ എന്ന് പിറുപിറുക്കുന്നത്. ഇത് ചെയ്യിച്ചോനെയൊന്നും വെറുതെ വിടരുത് എന്ന അമർഷത്തോടെ പറയുന്നത്.